Okay. So, good morning everyone. ഏതായാലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതൊരു പ്രോഗ്രാം എൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ മാത്രമാണ് വിളിച്ചത്. ഒന്ന് രണ്ട് ആൾക്കാർക്ക് കണ്ണ് ഓപ്പറേഷനൊക്കെ ആയിട്ട് കിടക്കണ്. അപ്പോൾ സ്ക്രീനിൽ നോക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ബാക്കി എല്ലാവരും പങ്കെടുത്തു. ഇനിയും കുറച്ച് പേര് പങ്കെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചത് നമ്മുടെ ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങനെ 3 മാസത്തേക്ക് ഒരു ഓഫർ കമ്പനി വെച്ചിട്ടുണ്ട്. ഈ ഓഫർ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക, അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിവാരണം ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാനതിൻ്റെ ഒരു സ്ക്രീൻ ഞാനത് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്കത് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാം അല്ലേ? ഓക്കെ, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ 2024 ഗ്രാൻഡ് ക്ലോസിംഗ് പ്രൊമോഷനാണ്. ഇതിപ്പം ഡിസംബർ 2024 ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യുകയാണ്. അപ്പം ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓഗസ്റ്റ് അതുപോലെ തന്നെ സെപ്റ്റംബർ ഈ 2 മാസം ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളെ ന്യൂ ജോയിനിങ് ആയിട്ടാണ് കണക്കൂട്ടുന്നത് കമ്പനി. ഒന്ന് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയാലും മതി. അതായത് ഓഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും കഴിഞ്ഞു പോയ മാസങ്ങളാണ്, പക്ഷെ ആ മാസങ്ങളിൽ ജോയിൻ ചെയ്തവരെ കമ്പനി ന്യൂ ജോയിനിങ് ആയിട്ടാണ് കാണുന്നത്. ഇത് കൂടാതെ കഴിഞ്ഞ, അതായത് നിങ്ങളുടെ സെപ്റ്റംബർ, ഇപ്പോൾ സെപ്റ്റംബറോടുകൂടി എക്സ്പയർ ആയി പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ടീമിൽ പലരും ജോയിൻ ചെയ്തതിന് ശേഷം 0 PV കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒന്നും വാങ്ങിക്കാതെ ഇന്നാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടാവും, ഇപ്പോൾ എക്സ്പേർഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയും ന്യൂ ജോയിനിങ് ആയിട്ടാണ് കമ്പനി കണക്കാക്കുന്നത്. ദാറ്റ് മീൻസ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ജോയിൻ ചെയ്ത, അതായത് 2023 ഓഗസ്റ്റിൽ ജോയിൻ ചെയ്ത ആളുകളാണെങ്കിലും അവരിപ്പോൾ സെപ്റ്റംബറിൽ വന്നപ്പോൾ എക്സ്പയർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ 0-യിലാണ് കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പയർഡ് ആണ് കിടക്കുന്നതെങ്കിൽ അവരെയും ന്യൂ മെമ്പർമാരായിട്ടാണ് കമ്പനി കണക്കാക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഈ 1-ാം തീയതി മുതൽ ഒക്ടോബർ മാസം നിങ്ങൾ അവർ 1500 പോയിന്റ് എന്ന് പറയാൻ നമുക്കറിയാം ഏകദേശം ഒരു 4000-4500 രൂപയുടെ ബിസിനസ്സാണ്. അത് ചെയ്യുകയാണെങ്കിൽ 625 രൂപ വിലയുള്ള 120 ക്യാപ്സൂൾസിൻ്റെ ഒരു സ്പൈറലിന ബോട്ടിൽ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂ മെമ്പർക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഒക്ടോബർ 1 മുതൽ അവർ ചെയ്യുന്ന ബിസിനസ്സിനാണ് കണക്കൂട്ടുന്നത്. അവർ 3000 പോയിന്റ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ ആ ന്യൂ മെമ്പർക്ക് 2 സ്പൈറലീന ഫ്രീ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ന്യൂ മെമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ദീപ്തി ന്യൂ മെമ്പറാണ്. ദീപ്തി ഓൾറെഡി 1500 PV ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 1500 PV ക്രോസ് ചെയ്തതുകൊണ്ട് 120 ക്യാപ്സൂൾസിന് അർഹയാണ്. ഇപ്പം 1800 ചെയ്തിട്ടുണ്ടെങ്കിൽ 1200 PV കൂടി ചെയ്ത് 3000 ആക്കി കഴിഞ്ഞാൽ ഒരു ക്യാപ്സൂളും കൂടി ഫ്രീ കിട്ടുന്നുണ്ട്. പക്ഷേ ദീപ്തി ഒരു കാര്യം ചെയ്യാണ്, ദീപ്തിയുടെ കൂടെ വേറൊരാളും കൂടി ജോയിൻ ചെയ്തു ഈ മാസം. ഫോർ എക്സാമ്പിൾ, ഈ മാസം ഒരു എക്സ് എന്ന് പറയുന്ന ആൾ ജോയിൻ ചെയ്തു. ആ എക്സ് എന്ന് പറയുന്ന ആൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ 1500 PV ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറയുന്ന 120 ക്യാപ്സൂൾസിൻ്റെ അതിന് അർഹനാണെന്നുള്ളതാണ്. അപ്പോൾ എത്ര പേര് ഈ മാസം ജോയിൻ ചെയ്യുന്നുണ്ടോ അവരെല്ലാം 1500 PPV ചെയ്താൽ അവർക്കെല്ലാവർക്കും ഈ 120 ക്യാപ്സൂൾസ് കിട്ടും. പിന്നെ ഇതൊരു സിംഗിൾ ബില്ലിലാണ് 1500 PPV ചെയ്യുന്നതെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് സ്പൈറലിന കിട്ടും. അത് തിങ്കളാഴ്ച മുതൽ ചാലുവാകും. അതായത് ദാറ്റ് മീൻസ് ഈ തിങ്കൾ മുതൽ നമ്മൾ ഒരു സ്പൈറലിന 1500 PV സിംഗിൾ ബില്ലിലാണ് ചെയ്യുന്നതെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഈ സ്പൈറലിന ക്യാപ്സൂൾ കിട്ടും. അതിനുവേണ്ടി കാത്തിരിക്കേണ്ട. മറിച്ച് പല ബില്ലുകളിലായിട്ടാണ് 1500 PV ചെയ്യുന്നതെങ്കിൽ അതിനടുത്ത മാസം 12-ാം തീയതി വരെ നമ്മൾ കാത്തിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്നത് കിട്ടും. അപ്പോൾ 1500-ന് ഒരു സിംഗിൾ ബോട്ടിൽ കിട്ടും 120-ൻ്റെ. 3000-ന് 2 ബോട്ടിലുകൾ കിട്ടും. കൂടാതെ ഈ ന്യൂ മെമ്പർ
6000 PPV ഈ 3 മാസം കൊണ്ട് 6000 PPV ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് ഇപ്പം 3 മാസം കൊണ്ട് ഒരു 1500 PV ചെയ്യുന്ന ആള് 4500 ചെയ്യുള്ളൂ. പക്ഷേ ഇയാൾ എല്ലാ മാസവും ചെയ്യുന്ന PV കൂടാതെ ഒരു എക്സ്ട്രാ PVയും കൂടി കയറ്റി അയാൾ 6000 പോയിന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്കൊരു 360ന്റെ ക്യാപ്സൂള്, അതായത് 1775 രൂപയുടെ ഒരു ക്യാപ്സൂള് ഫ്രീ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 6000 PPV 3 മാസം കൊണ്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നമുക്കറിയാം അയാൾക്ക് കിട്ടുന്നത് ഈ 1500-ന് ഒരു ക്യാപ്സൂള് ഒരു മാസം കിട്ടിയെന്ന് വിചാരിക്കാം. അടുത്ത മാസം 1500 ചെയ്തു, വീണ്ടും ഒരു ക്യാപ്സൂള് കിട്ടിയെന്ന് വിചാരിക്കാം. ഡിസംബറിൽ ബാക്കിയുള്ളൊരു 3000 PPV ചെയ്യുന്നു, അയാൾക്ക് 2 ക്യാപ്സൂൾ. അപ്പോൾ ഒരു 4 ക്യാപ്സൂള് ബോട്ടിൽ 120ൻ്റെയും പിന്നെ ഒരു ബോട്ടിൽ 360ൻ്റെയും കിട്ടും. ദാറ്റ് മീൻസ് നിങ്ങൾ അതിൻ്റെ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, വലിയൊരു എമൗണ്ടാണ്. ഇത് കൂടാതെ 12000 PPV ആണ് ഒരു പുതിയ മെമ്പർ ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ഈ 3 മാസം കൊണ്ട് അങ്ങനെ വരുന്നതെങ്കിൽ 16 ബോട്ടിൽസ് വർത്ത് ഓഫ് 2320 രൂപയുടെ 16 ബോട്ടിൽ കമ്പൂച്ച ഒരു ബോക്സ് അതും കിട്ടും. അപ്പോൾ ഇത് പുതിയ മെമ്പർക്കുള്ള വലിയ സംഭവമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്നോട് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, പറഞ്ഞോ. അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ജിജോ ചോദിച്ചോ. സാർ ഇത് 3 മാസം അടുപ്പിച്ച് നമ്മൾ 12000 PPV ചെയ്യണം അല്ലെ, ന്യൂ ജോയിനിങ് ആണെങ്കിൽ? അതായത് അടുപ്പിച്ച് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ 4000 PV മാസം ചെയ്തു, 4000 PV അടുത്ത മാസം ചെയ്തു, 4000 PV അടുത്ത മാസം ചെയ്തു, അങ്ങനെ പോവാണെങ്കിൽ 12000 PV. അപ്പൊ അങ്ങനെ വരുമ്പോ പറയൂ. ഈ മന്ത്ലി നമുക്ക് മന്ത്ലി ഓഫർ ഉണ്ടല്ലോ, അതും കിട്ടില്ല നമുക്ക്? മന്ത്ലി കിട്ടുന്ന 1500 PPV ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബോട്ടിലുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു പുതിയ മെമ്പർ വന്നിട്ട് 1500 PV സിംഗിൾ ബില്ല് അടിക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു ബോട്ടിൽ അപ്പൊ തന്നെ കിട്ടുമല്ലോ. അടുത്ത ആഴ്ച വന്നിട്ട് ഒരു സിംഗിൾ ബില്ല് 1500 PV ചെയ്യുന്നു, അപ്പോ രണ്ടാമത്തെ കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ അത് ആ മാസത്തെ ഓക്കെ അല്ല. ഓക്കെ, ഇനി ആ ആള് ഒരു 3 മാസം പിന്നെ ഒരു 1000 PV കൂടി ആ മാസം ചെയ്യുക. അയാളെ അങ്ങനെ 12000 PV ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 6000 PV ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ 360ന്റെ ക്യാപ്സൂൾ കിട്ടുന്നുണ്ട്. മനസ്സിലായില്ല? 12000 ആണെങ്കിൽ ഒരു ബോട്ടില് ഇതും കിട്ടുന്നുണ്ട്, കമ്പൂച്ച കിട്ടുന്നുണ്ട്. അപ്പം ആളോട് പറയേണ്ടത് നമ്മളൊരു 12000 PPVക്ക് ട്രൈ ചെയ്യാൻ പറയാം 3 മാസം കൊണ്ട് പുതിയ മെമ്പർമാർക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 360ന്റെ ക്യാപ്സൂള് കിട്ടുന്നുണ്ട്, 16 ബോട്ടിലിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഇവർ 1500 വെച്ച് അടിക്കണതിന് അവർക്ക് 120 ക്യാപ്സൂള് അതും കിട്ടുന്നുണ്ട്. അപ്പൊ അത് 3000 PPV ചെയ്യുന്നതിന് 2 എണ്ണം കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ഈ മാസം ഒരു 3000 PPV ചെയ്തു. ഓക്കെ, ചെയ്തപ്പോ അത് 2 ബില്ലിലായിട്ടാണ് ചെയ്തതെങ്കിൽ 120 ക്യാപ്സൂൾസിന്റെ അത് ഒറ്റ ബില്ലിലാണ് ഇനി 3000 ചെയ്യുന്നതെങ്കിൽ 2 ക്യാപ്സൂൾ അപ്പൊ തന്നെ കൊടുക്കണ്ടേ? ബോട്ടിൽ അപ്പൊ തന്നെ തരണം. അടുത്ത മാസം വീണ്ടും അയാള് 3000 ചെയ്തു, അപ്പൊ എന്ത് ചെയ്യണം? 2 ക്യാപ്സൂൾ അപ്പൊ തന്നെ കൊടുക്കണ്ടേ? അതും കിട്ടി. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് പിന്നത്തെ മാസം ഒരു 3000 PPV ചെയ്തു, അപ്പോ ഇയാൾക്ക് 6000 PPV ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് 360ന്റെ ക്യാപ്സൂള് ഒരെണ്ണം കൊടുക്കണ്ടേ? അത് കൊടുക്കണം. ഇത് കൂടാതെ ഇയാൾ 12000 PPV ബാലൻസ് ഉള്ള ഒരു 3000 PPVയും കൂടി അയാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 16 ബോട്ടില് കൊമ്പൂച്ചം കിട്ടും. ഇത് പുതിയ മെമ്പറെ ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ് ഈ 3 മാസം കൊണ്ട്. രാധ ചേച്ചി ആകെ കിടുങ്ങിയിരിക്കണല്ലേ. നമ്മളൊക്കെ വർക്ക് ചെയ്തപ്പോ ഇതുണ്ടായിരുന്നെങ്കിൽ അല്ലേ? കിടുങ്ങിയിട്ടില്ല. ഒരു പ്രശ്നമുള്ളത് കേരളത്തിൽ മാത്രമാണോ ഇത് വാലിഡ്? ഇന്ത്യ മൊത്തം.
ഞാന് ബാംഗ്ലൂരിലൊരു ഡോക്ടറെ ജോയിൻ ചെയ്യാൻ ഫോമെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ആ ഡോക്ടർക്ക് ഇതൊക്കെ ഫ്രീ കിട്ടും. ഓക്കെ. താങ്ക് യു. അപ്പൊ ആ ഡോക്ടർക്ക് ഇതെല്ലാം ഫ്രീ കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ സ്റ്റാർ ഏജന്റ് അല്ലാത്ത കുറെ ആളുകളുണ്ടല്ലോ. അതായത് നിങ്ങളുടെ കൂടെ ഇപ്പം നമ്മുടെ സംഗീത അയ്യര് നമ്മുടെ ചേച്ചിയുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ് ഇല്ലേ? ഓക്കെ. അവരെല്ലാം സ്റ്റാർ ഏജന്റ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ബിലോ സ്റ്റാർ ഏജന്റിനുള്ള പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അവർ 3000 പേഴ്സണൽ PV ചെയ്താൽ 360 ക്യാപ്സൂള്, ആ 360 ക്യാപ്സൂളിന്റെ ഒരു ബോട്ടിലാണ് കിട്ടുന്നത് 3000 PPV ചെയ്താൽ. സംഗീത അയ്യരൊന്നും വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ വിളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും, ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ ജസ്റ്റ് ഇത്തിരി ബിസിയാണ് ആള്. അതുകൊണ്ടാണ് ഞാൻ ഇത് വിട്ടിട്ടുണ്ടായിരുന്ന ആൾക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്ന ആള് കുറച്ച് ഓട്ടത്തിലാണ്. അതാണ്. അപ്പോൾ പ്രൊമോഷൻ ഫോർ ബിലോ സ്റ്റാർ ഏജന്റ് ആയിട്ടുള്ള ആളുകൾക്കുള്ള പ്രൊമോഷൻ എന്ന് പറയുന്നത് അവർ 3000 PPV ഒക്ടോബറിൽ ചെയ്താലും 360 ക്യാപ്സൂള് അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവരുടെ സ്റ്റേറ്റസ് നോക്കുന്നത് സെപ്റ്റംബർ 2024 അവർ സ്റ്റാർ ഏജന്റിൽ താഴെ ആയിട്ടുണ്ട് എന്നാണെങ്കിൽ, അതായത് സെപ്റ്റംബർ 24 ബോണസിന്റെ ഇതനുസരിച്ചിട്ട് സ്റ്റാർ ഏജന്റ് ബിലോ ആണ് എങ്കിൽ അവർ 3000 PPV ചെയ്താൽ അവർക്ക് 360 ക്യാപ്സൂള് സമ്മാനമായിട്ടുണ്ട്. ഇത് കൂടാതെ അവര് 12,000 PPV ആണ് ചെയ്യുന്നതെങ്കിൽ 16 ബോട്ടിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ 2320 രൂപയുടെ കൊമ്പൂച്ചയാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ. പിടുത്തം കിട്ടിയല്ലോ. ഇതിലൊരു പക്ഷെ എനക്കത് കിട്ടിയില്ല. കിട്ടിയില്ലേ? ഇല്ല, ഞാൻ ഒന്നാം തന്നെ അതായത് ഇപ്പോ സന്തോഷ് ആക്ച്വലി സ്റ്റാർ ഏജന്റ് അല്ല, ശരിയല്ലേ? ആയിട്ടില്ല. അപ്പോ ഈ മാസം ഇപ്പൊ ഒക്ടോബറിൽ 3000 PPV 1-ാം തീയതി അടിച്ചു കഴിഞ്ഞു. അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് 360 ക്യാപ്സൂൾസ് നിങ്ങൾക്ക് സമ്മാനമായിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ. അത് ഇനി അടുത്ത മാസം റെഡീം ചെയ്യണമല്ല? ഈ ഒക്ടോബറിലെ കാര്യം പറയണേ, ഒക്ടോബറിലെ കാര്യം. ഒക്ടോബറിൽ ഓർഡർ ചെയ്തു, 1-ാം തീയതി ചെയ്തെങ്കിൽ നിങ്ങൾക്ക് 360 ക്യാപ്സൂൾസ് ഇതുണ്ട്. 360 ക്യാപ്സൂൾ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ. അതിന് സ്റ്റോക്ക് പോയിന്റില് നമ്മളിത് നമ്മുടെ ബില്ല് കാണിച്ചാൽ മതി, നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ. അപ്പൊ അതൊന്ന്. ഇനി 12,000 PPV ആണ് ചെയ്യുന്നത് എങ്കിൽ ഡ്യൂറിങ് ദ പ്രൊമോഷൻ പീരീഡ്, ഈ പ്രൊമോഷൻ പീരീഡില് ടോട്ടല് 12,000 PPV ചെയ്യുന്നുണ്ട്. അപ്പൊ 3 മാസം കൊണ്ട് 9,000 അല്ലേ വരുള്ളൂ. അപ്പൊ ഒരു 12,000 ആക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് 12,000. 3 മാസം കൊണ്ട് 12,000 ആക്കുകയാണെങ്കിൽ ഒരു 16 ബോട്ടില് ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് വലിയ ഓഫറാണ്. അപ്പൊ ഈ കിട്ടിയ 360ന്റെ സ്പൈറിനെ കൂടാതെ ഇപ്പൊ ഒക്ടോബറിൽ ഒരു 360 കിട്ടി, നവംബറിൽ ഒരു 360 കിട്ടി, ഡിസംബറിൽ ഒരു 360 ക്യാപ്സൂൾ കിട്ടി. ഓക്കെ. അത് കൂടാതെ ഒരു 3000 PV കൂടി ചെയ്ത് കഴിഞ്ഞാൽ 9 3 12 12,000 PV ആവും. അത് 16 ബോട്ടില് കമ്പൂച്ച, ഒരു ബോക്സ് കമ്പൂച്ച 16 ബോട്ടില് അതും ഫ്രീ കിട്ടും. ഇതാണ് കിട്ടുന്നത്. ഇതില് വേറൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ആ സ്പെഷ്യൽ ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ 1500 PPV ചെയ്യിക്കുന്ന പുതിയ ആളുകളില്ലേ, അവര് ഒരു സ്പൈറലീന അവര് വിൻ ചെയ്താൽ, ആ സ്പൈറലീന വിൻ ചെയ്യുമ്പോൾ ഇപ്പൊ സ്പോൺസർ ഓഫ് ദ ന്യൂ ജോയിൻ മെമ്പർ വിൽ ഗെറ്റ് 1 pack of DXN Ganushi soap for free. പക്ഷെ അത്
എന്റെ മിഞ്ഞാന്നൊരു മെമ്പർഷിപ്പ് പറഞ്ഞ ഡൗൺലൈൻ അത് കിട്ടിയില്ല. അതിന് അപ്ഡേഷൻ അല്ലല്ല സ്റ്റോക്ക് അത് പോയിന്റ് സിസ്റ്റത്തിൽ കിട്ടുന്നില്ല. ഹലോ അത് ഒരു തിങ്കളാഴ്ച അത് തുടങ്ങിയാൽ സിസ്റ്റത്തിൽ ആവും. അപ്ഡേഷൻ അത് കിട്ടുന്നില്ല. അതുകൊണ്ട് തിങ്കളാഴ്ച തുടങ്ങി മിഞ്ഞാന്ന് വെച്ചാൽ തിങ്കളാഴ്ച തുടങ്ങി മിഞ്ഞാന്ന് ഇന്ന് ശനിയാഴ്ച വ്യാഴാഴ്ച ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. 1510 പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ഒരു സ്പൈറലിന ഫ്രീ ഉണ്ട്. പക്ഷെ ഫ്രീ ഉണ്ട്, പക്ഷെ കിട്ടി. പക്ഷെ അത് സിസ്റ്റത്തിൽ അപ്ഡേഷൻ കിട്ടിയില്ല. സ്റ്റോക്ക് പോയിന്റിൽ അപ്ഡേഷൻ തിങ്കളാഴ്ച തുടങ്ങി ആവുള്ളൂ സന്തോഷേ. അത് അപ്പൊ മൺഡേ ഓക്കെ തുടങ്ങി ആവുള്ളൂ. മൺഡേ അത് മൺഡേ ആവുള്ളൂ. അതായത് ഇവര് ഇത് പ്രഖ്യാപിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണല്ലോ. പിന്നെ ബുധനാഴ്ച ചെയ്തവർക്ക് ഇത് കിട്ടും. അത് അതെല്ലാം കിട്ടും, അവർക്കെല്ലാം ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്യാൻ മതല്ലേ? സിംഗിൾ ബില്ലാണ് ചെയ്തേക്കണമെങ്കിൽ ക്ലെയിം ചെയ്യാം. സിംഗിൾ ബില്ലാണ് ചെയ്തത്. ക്ലെയിം ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. സ്പോൺസർക്ക് ഉണ്ട് ഒരു 155 രൂപയുടെ ഒരു സോപ്പ് ഫ്രീ ഉണ്ട് സ്പോൺസർക്ക്. ഇങ്ങനെ ഒരാളെ സ്പോൺസർ ചെയ്തതിന്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ സ്പോൺസർ ക്വാളിഫൈ ആയിരിക്കണം. സ്പോൺസർ 1000 PV ചെയ്തിരിക്കണം. അല്ല 1000 PV പോരാ, ഈ പറയുന്ന ഇതിൽ ക്വാളിഫൈ ആയിരിക്കണം. 1500 PV പ്രൊമോഷൻ, ഏതെങ്കിലും ഒരു പ്രൊമോഷൻ ക്വാളിഫൈ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങള് പുതിയ മെമ്പറാണ്, ഓക്കെ. ഇപ്പൊ ദീപ്തിയുടെ കേസ് എടുക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മെമ്പർ മാത്രമല്ല. ഞാൻ ദീപ്തിയുടെ കേസ് എടുക്കുന്ന മെമ്പർ ആയതുകൊണ്ടാണ്. ഇപ്പം അല്ലെങ്കിൽ വേണ്ട, സന്തോഷിന്റെ കേസ് എടുക്കാം. സന്തോഷ് ഇപ്പം മെമ്പർ ആണല്ലോ. അതെ. അപ്പൊ സന്തോഷ് മെമ്പർ ആയതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തത് എന്നായിരുന്നു? ഓഗസ്റ്റ് ആണോ? അല്ലല്ലോ, ഞാൻ ജോയിൻ ചെയ്ത് ജൂലൈയിൽ. ജൂലൈയിലാണ്. അപ്പൊ നമുക്ക് ദീപ്തിയുടെ കേസ് എടുക്കാം. ദീപ്തി കഴിഞ്ഞ മാസമാണ് ജോയിൻ ചെയ്തത്. അപ്പൊ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്ത ദീപ്തിയെ സംബന്ധിച്ചിടത്തോളം ദീപ്തിയുടെ കൂടെ ഒരാള് ഇപ്പൊ ദീപ്തി 1500 PV ചെയ്ത് ഈ പറയുന്ന 120 ക്യാപ്സൂൾ വിൻ ചെയ്തു. അതിനുശേഷം ദീപ്തി എന്നെ കൊണ്ട് ഇത് വിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ദീപ്തിക്ക് ഒരു സോപ്പ് ഫ്രീ ഉണ്ട്. ഈ കേസിൽ ഫസ്റ്റ് ലെവൽ അയാൾ പുള്ളി PV അയാൾക്ക് ഒരു ഫ്രീ 155. അതായത് ഇപ്പൊ ആക്ച്വലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 155 സോപ്പ് സന്തോഷിന് ഫ്രീ ഉണ്ട്. കാരണം സന്തോഷ് ഓൾറെഡി 3000 ക്വാളിഫൈ ആയി. അതുകൊണ്ട് പിന്നെ സെക്കൻഡ് ലെവലിൽ വന്ന ജോയിനിങ്ങിന്റെ കണക്ക് കിട്ടും. അതായത് ആ ആളുടെ സ്പോൺസർ എന്നുള്ള നിലയിൽ നിങ്ങൾ ക്വാളിഫൈ ആയതുകൊണ്ട് നിങ്ങൾ താഴെ ഒരാൾ ക്വാളിഫൈ ആയി, ഒരു സ്പൈറലീന വിന്നറാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഒരു സോപ്പ്. അതുകൊണ്ട് ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ ഇൻ കേസ് ഒന്നാം തീയതി പിന്നെ സ്പോൺസർ ഈ മാസം PV ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ സ്പോൺസർ ഇപ്പൊ ഈ മാസം PV ചെയ്തില്ല, അതായത് സ്പോൺസർ നിർബന്ധമായിട്ടും ഈ പ്രൊമോഷനിലുള്ള ഏതെങ്കിലും ഒരു ഇത് വിൻ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഇത് അർഹമാവുള്ളൂ. ഈ ജോയിൻ 1000 PV ചെയ്താൽ കിട്ടില്ല. പുള്ളി പുതിയ ജോയിൻ വന്ന സെക്കൻഡ് ലെവല. അപ്പൊ ഫസ്റ്റ് PV ചെയ്തില്ല. അതൊന്നും കുഴപ്പമില്ല. അല്ല, നിങ്ങൾ ഒരു ലൈനില് ഒരാൾ ഇത് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സോപ്പ് കിട്ടും. ഇത് കിട്ടും. രണ്ടാമത്തെ ലൈനിൽ ഒരാൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോപ്പും കിട്ടും. മൂന്നാമത്തെ ലൈനിൽ വിൻ ചെയ്താൽ മൂന്നാമത് സോപ്പ് കിട്ടും. അതാണ് ഇൻ ദ പർട്ടിക്കുലർ മന്ത് ആസ് പെർ ഈസ് ലെവൽ, ഓരോ ലെവൽ അനുസരിച്ചിട്ട്. ഓക്കെ. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 6000 PPV ചെയ്ത് 360 ക്യാപ്സൂള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊമോഷനിൽ 3 months ഈ 3 മാസം ഉണ്ടല്ലോ, ഇൻ ഓൾ 3 months ഇതേപോലെ ഒരാളെ നമ്മൾ 3 മാസവും ക്വാളിഫൈ ചെയ്യിക്കുകയാണ്. 6000 PPV ചെയ്ത് ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നു 3 മാസവും, അല്ലെങ്കിൽ 12000 PPV എന്ന് ക്വാളിഫൈ ചെയ്യിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്പോൺസർക്ക് ഒരു പേസ്റ്റ് ഫ്രീ ഉണ്ട്. ഓക്കെ. ഹലോ, അത്രയും ക്ലിയർ ആയി? ഓക്കെ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു പ്രൊമോഷൻ A3 ഫോർ സ്റ്റാർ ഏജന്റ് ആൻഡ് എബോവ്. ഇതിൽ കുറച്ച് പേര് സ്റ്റാർ ഏജന്റ് ആൻഡ് എബോവ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതിന് മുകളിൽ അവർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, അവർ 5000 പേഴ്സണൽ PV ചെയ്താലാണ് 360 ക്യാപ്സൂൾ കിട്ടുന്നത്. ഓക്കെ.
അവര് 3 മാസം കൊണ്ട് 20,000 PPV ചെയ്തിട്ടുണ്ട് എങ്കിൽ 16 ബോട്ടില് കൊമ്പൂച്ച ഫ്രീ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒക്ടോബറിൽ ജിജോ 5000 PV ചെയ്യുന്നു, ഒരു സ്പൈറലിന 360 മേടിക്കുന്നു. നവംബറിൽ 5000 PPV ചെയ്യുന്നു, 360 മേടിക്കുന്നു. ഡിസംബറിൽ 5000 PV ചെയ്യുന്നു, 360 മേടിക്കുന്നു. പിന്നെ ബാലൻസ് ഉള്ള ഒരു 5000 PVയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്പൂച്ചയും ഫ്രീ കിട്ടുന്നു. ഇത്തരം പ്രൊഡക്റ്റാണ് ഫ്രീ കിട്ടുന്നത്. അതായത് 1775 × 3 പ്ലസ് 2320 അത്രയും എമൗണ്ടിന്റെ സാധനം നമുക്ക് ഇങ്ങോട്ട് പോരും. ഇപ്പൊ സ്റ്റാർ ഏജന്റ് ആയിട്ടുള്ള എല്ലാവരോടും ഇത് പറയുക, സ്റ്റാർ ഏജന്റ് അല്ലാത്ത ആളുകളോടും മുകളിലത്തെ എല്ലാം പറയുക. അപ്പൊ പ്രൊമോഷൻ A1 എന്ന് കൊടുത്തിരിക്കുന്നത്. പ്രൊമോഷൻ A2 എന്ന് പറയുന്നത് സ്റ്റാർ ഏജന്റ് അല്ലാത്തവർക്കുള്ളതാണ്. പ്രൊമോഷൻ A3 എന്ന് പറയുന്നത് സ്റ്റാർ ഏജന്റ് ആൻഡ് എബോ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ളതാണ്. ഇനി എല്ലാ മെമ്പേഴ്സിനുള്ള ഒരു ബമ്പർ ഓഫർ ഉണ്ട്. ആ ബമ്പർ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ B1 മെയിൻറ്റെയിൻ മിനിമം 3000 PPV ആൻഡ് 20,000 PGPV. ഇത് ഉദ്ദേശിക്കുന്ന ഇത്രയുള്ളൂ. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും സ്റ്റാർ ഏജന്റ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ 3000 പേഴ്സണൽ PV ചെയ്തു, ബാലൻസ് ഉള്ള ഒരു 17,000 PV നിങ്ങളുടെ ഗ്രൂപ്പിൽ സ്റ്റാർ ഏജന്റ് ക്വാളിഫിക്കേഷൻ അല്ലാത്ത ആൾക്കാരുടെ എല്ലാ PVയും കൂട്ടും. ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റിന്റെ അല്ലാത്ത എല്ലാ PVയും, ആ എല്ലാ PVയും കൂടി കൂട്ടി 20,000 പോയിന്റ് ചെയ്യുന്ന ആൾക്ക് 1000 രൂപ അവരുടെ ഇ വാലറ്റിലേക്ക് ക്യാഷ് ഇൻസെന്റീവ് തരും, കമ്മീഷൻ കൂടാതെ. ഓക്കെ, 1000 എക്സ്ട്രാ ബോണസ് ഇൻസെന്റീവ് ഉണ്ടാവും. എക്സ്ട്രാ ബോണസ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് EBI. ഒന്നുകൂടി പറയാം, നിങ്ങൾ 3000 പേഴ്സണൽ PV ചെയ്യുകയും നിങ്ങളുടെ PGPV ഇൻ എ മന്ത് കേട്ടോ 20,000 PGPV. അപ്പൊ 20,000 PGPVയിൽ 3000 നിങ്ങളുടെ പേഴ്സണൽ PV വരും. ബാക്കി 17,000 PV അവിടെ വരും. 17,000 PV നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 5000 PPV ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിജോയുടെ ഒരു കാര്യം എടുക്കുക. 5000 PPV നിങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 10 പേര് 1500 PPV ചെയ്യുന്നു. അപ്പോൾ അവർ 15,000 PV ആയി, നിങ്ങൾ 5000 PV. അപ്പോൾ 20,000 PGPV ആയി. അപ്പോൾ 20,000 PGPV ആയിട്ടുണ്ട് എങ്കിൽ 1000 രൂപയുടെ നിങ്ങളുടെ കമ്മീഷന് പുറമെ 1000 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സാർ ഇത് 3 മാസം കൊണ്ടല്ലേ 3 മാസം കൊണ്ടല്ലേ പറയണേ 20,000? അല്ലല്ല, ഇത് 1 മന്ത് ഇന്ന മന്ത്. 1 മന്ത്. ഈ മാസത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് 1000 ഇതുണ്ട്. അടുത്ത മാസം ചെയ്താൽ വീണ്ടും കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത് പ്രൊമോഷൻ B2. നിങ്ങളൊരു സ്പോൺസറാണ്. നിങ്ങളുടെ താഴെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാള് ഈ 1000 രൂപയുടെ എക്സ്ട്രാ ബോണസ് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളും എക്സ്ട്രാ ബോണസ് വിൻ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അയാൾ ഒരാളെ വിൻ ചെയ്യിപ്പിച്ചു എന്ന കാരണത്താൽ 500 രൂപ എക്സ്ട്രാ തരും. ക്യാഷ് ഇൻസെന്റീവ് എക്സ്ട്രാ 500 രൂപ തരും. 2 പേര് 2 ലൈനിലായിട്ടാണെങ്കിൽ 1000 രൂപ വരും, അതായത് 500. 3 പേരാണെങ്കിൽ 500 തരും. 4 ലൈനിലാണെങ്കിൽ 500 + 500 + 500 + 500. 10 ലൈനാണെങ്കിൽ 500 × 10 5000 തരും. 20 ലൈനാണെങ്കിൽ 500 × 20 10,000 രൂപ. 40 ലൈനാണെങ്കിൽ 500 × 40 20,000 രൂപ. 100 ലൈനൊക്കെ ചെയ്താൽ കൊടുക്കാത്ത കാശുകാരായി ഇപ്പോൾ, അത് വേണ്ട. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളു. നിങ്ങൾ 20,000 PGPV കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാളെ കൊണ്ട് 20,000 PGPV കംപ്ലീറ്റ് ചെയ്യിപ്പിച്ച് അയാൾക്ക് 1000 രൂപ എക്സ്ട്രാ ബോണസ് മേടിച്ചു കൊടുക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ ബോണസിന് അർഹനായി. നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഒരാളെ എക്സ്ട്രാ ബോണസിന് അർഹനാക്കാം. ഓക്കെ. അതാ ഈ മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഒരാള് PV ഒരു 20,000 PV ഒക്കെ ചെയ്യണ ഒരാളുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് നിറയെ പ്രൊഡക്റ്റും ക്യാഷും വരാൻ പോകുന്ന സമയമാണിത്.
ഇത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഈ പറയുന്ന മെഗാ ഗ്രാൻഡ് ക്ലോസിംഗ് പ്രൊമോഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് ജനുവരി 1 മുതൽ നമുക്ക് ഗോവ പ്ലസ് ദുബായ് ട്രിപ്പാണ്. അപ്പോൾ ആ ട്രിപ്പിന് വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മൾ ഇത് ചെയ്ത് നമ്മൾ ഉഷാറായിട്ടുണ്ടാവും, നമ്മൾ ശീലമായിട്ടുണ്ടാവും. ശീലമായി കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തിലാണ് കമ്പനി ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് ആ ടീമുമായിട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ ഗോവ ട്രിപ്പും വിൻ ചെയ്യാൻ പറ്റും, ദുബായ് ട്രിപ്പും വിൻ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരു ട്രിപ്പുമാവും, കൈ നിറയെ പൈസയുമാവും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി IOC ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ IOCയുടെ ആക്ച്വൽ PV എത്രയാണോ ആ PV എത്രയാണോ അത് ഇതിനകത്ത് പെടുത്തുന്നുണ്ട്. IOCയുടെ PV, കാരണം ഇതിനകത്ത് അങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. PVs ഫ്രം IOC വിത്ത് ആക്ച്വൽ PV പാക്കേജ് വിൽ ബി ഇൻക്ലൂഡഡ്. അത് കൗണ്ട് ചെയ്യും. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യവും അത് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും IOCയുടെ PV കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമുക്ക് PV കാൽക്കുലേറ്റ് ചെയ്യാനും ബിസിനസ് കൂട്ടാനും ഇതിനൊക്കെ ഉപകരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അമാന്തിച്ച് നിൽപ്പുണ്ടെങ്കിൽ അവരെല്ലാം കയറ്റുക. ഫ്രഷ് ജോയിനിങ് ഈ മാസം നന്നായിട്ട് കൊണ്ടുവരിക. അതാണ് ഇതിൻ്റെ ഐഡിയ ഉദ്ദേശിക്കുന്നത്. ഫ്രഷ് ജോയിനിങ്, പിന്നെ ബിലോ സ്റ്റാർ ഏജൻറ്റ് ടീമിലുള്ള ആളുകൾക്കൊക്കെ 3000 PPVക്ക് ഒരേ സംഭവം ഉണ്ട്. അവർ 12,000 PPV ആണ് ചെയ്യണമെങ്കിൽ ഒരു കമ്പൂച്ച ഉണ്ട്. അപ്പം നന്നായിട്ട് ഈ മാസം നല്ലൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ നന്നായിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ ഇത് പറയുന്നത്. ഇനി അടുത്തത്, ഇപ്പം നിങ്ങൾ യു വന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറയാം കേട്ടോ. നിങ്ങൾക്കൊരു സ്ട്രക്ചർ കാണിച്ചു തരികയാണ്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചോ. ഇത് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടും. ഇത് നിങ്ങൾ വരുന്നു, ഒരു 25,000 രൂപയുടെ ഷോപ്പ് വീട്ടിൽ തുടങ്ങാം. അതായത് മൈ ഹോം മൈ ഷോപ്പ് 25,000-ൻ്റെ സാധനം വെച്ചിട്ട് നമ്മൾ തുടങ്ങുക. അതിന് 20,000 രൂപയുടെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്കത് ഫോട്ടോ എടുക്കാം. അത് ഗാനോഷി സോപ്പ് ഒരു 30 എണ്ണം മേടിക്കുക, ഡൈന ക്ലീൻ ഒരു 7 എണ്ണം മേടിക്കുക, ഗാനോഷി ടൂത്ത് പേസ്റ്റ് ഒരു 7 എണ്ണം മേടിക്കുക, ബാംബു ടൂത്ത് ബ്രഷ് 4 എണ്ണം മേടിക്കുക, നീലി ഓയിൽ ഒരു 10 എണ്ണം മേടിക്കുക, സ്പൈർലിന പൗഡർ 10 എണ്ണം മേടിക്കുക. അപ്പോൾ ഈ നീലി ഓയിലും സ്പൈർലിന പൗഡറും എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെ മൊത്തം 10,065 SV, 20,020 രൂപ നിങ്ങൾക്ക് IOCക്ക് വേണ്ടി, അതായത് ഐസിങ് ഓൺ ദ കേക്ക് പ്ലാനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബാലൻസ് ഉള്ള 5,000 രൂപയ്ക്ക് എടുക്കേണ്ട സാധനങ്ങൾ സ്പൈർലിന 360-ൻ്റെ ഒരെണ്ണം, കമ്പൂച്ച ഒരു ബോക്സ്, സാൾട്ട് ഒരു വലുത്, സിറ്റോപാൻ 1, ബിസ്ക്കറ്റ് ഒരു 9 എണ്ണം, അലോവേര ഫേസ് ക്ലെൻസിങ് ജെൽ 1, കോഫി 2-in-1 1. ഇത്രയും സാധനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25,000 രൂപ കറക്റ്റാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ എടുത്ത് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, വീട്ടിലൊരു ഷോപ്പ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ മീറ്റിംഗ് നടത്തിയാലും വീടിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ മീറ്റിംഗ് നടത്തിയാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുത്തു കൊടുക്കാൻ വീട്ടിൽ നിങ്ങളുടെ കൈവശം പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ മീറ്റിങ്ങിന് വന്നതിന് ശേഷം അവർ പിരിഞ്ഞു പോകും, ആരും പ്രൊഡക്റ്റ് എടുക്കില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു രസകരമായ സംഭവം. നിങ്ങൾ ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂട്ടറിനെ കൊണ്ടുവരുമ്പോൾ 25,000 രൂപയുടെ ഹോം ഷോപ്പ് തന്നെ അയാളെ കൊണ്ട് എടുപ്പിക്കണം. ഇതേ സിസ്റ്റത്തിൽ വരികയാണെങ്കിൽ ഈ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് നമുക്ക് 1,500 രൂപ നമുക്ക് കിട്ടും. സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് 1,500 രൂപ സെയിം ഇതിൽ തന്നെ കിട്ടും. തേർഡ് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് 1,500 രൂപ കിട്ടും. ഫോർത്ത് ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെ വരികയാണെങ്കിൽ അയാളിൽ നിന്ന് 1,500 രൂപ കിട്ടും. ഫിഫ്ത്ത് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 1,500 രൂപ കിട്ടും. ഇത്രയും വരുമ്പോഴേക്കും നിങ്ങളുടെ PV ഒരു 45,000 PVക്ക് മുകളിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവും. അതായത് ഒരു 54,000 PV ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ടാവും. 54,000, 55,000 ആ ഒരു റേഞ്ച്. 50,000 PVക്ക് മുകളിലായിരിക്കുള്ളൂ നിങ്ങളുടെ ടോട്ടൽ PV വരുന്നത്. അപ്പോൾ 40,000 PV മതി ആര് സ്റ്റാർ ഏജൻ്റ് ആകാൻ? ഒരാൾ സ്റ്റാർ ഏജൻ്റ് ആകാനായിട്ട്.
അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 7,500 രൂപയുടെ ഇൻകം IOC ഇൻകവും പിന്നെ ബാലൻസ് വന്നിട്ടുള്ള സിമ്പിൻ്റെ ഇൻകവും വേറെ എക്സ്ട്രാ കിട്ടും. ദാറ്റ് മീൻസ് സംവർ അറൗണ്ട് ഒരു 8,000-8,500 രൂപ നിങ്ങൾക്ക് ഇൻകമായിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ 5 ഹോം ഷോപ്സ് നിങ്ങളുടെ ചുറ്റും തുടങ്ങുക. നിങ്ങളൊരു ഹോം ഷോപ്പ് തുടങ്ങുക, 5 ഹോം ഷോപ്പ് നിങ്ങളുടെ ചുറ്റും തുടങ്ങിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആകുന്നുണ്ട്. ഇങ്ങനെ 6 പേരെ, ഇപ്പം 5 പേരായി, ഒരാളെയും കൂടി കൊണ്ടുവന്ന് 6 പേരാക്കി അവരെ കൊണ്ട് ഇതേപോലെ ചെയ്യിപ്പിച്ച ഒരു 30 പേര് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയമണ്ട് ആകാൻ പറ്റും. ചുരുങ്ങിയത് ഒരു 50,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഒന്ന് ചോദിച്ചേ. ഒരു 50,000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന കാര്യം ആദ്യം ചിന്തിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധനിൽ എന്ന് പറയുന്ന ഒരു ഡയമണ്ട് അവിടെ വന്നിരുന്ന ആളുകൾ ചോദിച്ചു 1,00,000 രൂപ ശമ്പളം മേടിച്ച ആൾക്കാരുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ആരും കൈവക്കിയില്ല. അത് കഴിഞ്ഞപ്പോൾ 50,000 ചോദിച്ചു, എന്നിട്ടും കൈവക്കിയില്ല. പിന്നെ താഴേക്ക് പോയില്ല ആള്. അപ്പം ഞാൻ പറയുന്നത് ഒരു 40,000-ഓ 50,000 രൂപ ഒരു മാസം വീട്ടിലൊരു ഷോപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. വീട്ടിലൊരു ഷോപ്പ് തുടങ്ങുക എന്നുള്ളതാണ് എല്ലാവരോടും പറയേണ്ടത്. നിങ്ങൾ വീട്ടിൽ ഒരു ഷോപ്പ് തുടങ്ങുക. വീട്ടിലൊരു ഷോപ്പ് തുടങ്ങാനായിട്ട്, ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാനായിട്ട് ഒരു ഇൻ്റർനാഷണൽ കമ്പനി അപേക്ഷ ക്ഷണിക്കുന്നു. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ, ആധാറിൻ്റെ കോപ്പി, പാൻ കാർഡ്, പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25,000-ൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. അപ്പം നിങ്ങളുടെ വീടിൻ്റെ റെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ തന്നെ വാട്ടർ ചാർജ്, ദെൻ വീട്ടിലെ ഗ്രോസറി എക്സ്പെൻഡിച്ചർ, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വയം തൊഴിൽ വനിതകൾക്കായാലും പുരുഷന്മാർക്കായാലും, വനിതകൾക്ക് പ്രത്യേകിച്ച്, കാരണം അവർ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പലരും അങ്ങനെയാണ്, വീട്ടമ്മയായിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് തന്നെ അവരുടെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ അവർ ഹൗസ് മീറ്റിങ്ങുകൾ നടത്തി തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ഈ പ്രോഡക്റ്റ് മുഴുവനും പോകും. ഇനി ഇതിൽ ഞാൻ ഗാനോഷി സോപ്പ് ഒരു 30 എണ്ണവും, ഡൈനാ ക്ലീൻ 7 എണ്ണവും, ഗാനോഷി ടൂത്ത് പേസ്റ്റ് 7 എണ്ണം, ബാംബു ടൂത്ത് ബ്രഷ് 4 എണ്ണം, നീലി ഹെയർ ഓയിൽ 10 എണ്ണം, സ്പൈർലീന പൗഡർ 10 എണ്ണം പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും എന്നോട് ചോദിച്ചു അത് എന്തിനു വേണ്ടിയാണ് നീലി ഹെയർ ഓയിൽ 10 എണ്ണം പറഞ്ഞത്, സ്പൈർലീന പൗഡർ 10 എണ്ണം പറഞ്ഞത്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ മുടി കൊഴിച്ചിലിന് നീലി ഹെയർ ഓയിലും അതുപോലെ തന്നെ സ്പൈർലീന പൗഡറും കൂടി കുഴച്ചിട്ട് അത് തലയിൽ തേച്ച് ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമായ റിസൾട്ടാണ് കിട്ടുന്നത്. അത്ഭുതകരമായ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടുങ്ങിപ്പോവും, അതേപോലത്തെ റിസൾട്ടാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ മുടി കൊഴിച്ചിലിൻ്റെ ശാശ്വത പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. സ്പൈർലീന നീലി ഹെയർ ഓയിൽ കുഴയ്ക്കുക, കുഴച്ചിട്ട് തലയിൽ ഒട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക, അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക. ഡെയിലി ഇത് ചെയ്യാൻ പറ്റിയാൽ ഇത് ഭയങ്കരമായൊരു മാറ്റമാണ് ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പല ആളുകൾക്കും പുതിയ മുടി വരുന്നത് വെളുത്ത ഹെയറുള്ള ആളുകൾക്ക്, രാജചേച്ചിക്കൊക്കെ അത് എക്സ്പീരിയൻസ് ഉള്ളതാണ്. രാജചേച്ചി ഇത് തേച്ചപ്പോൾ പുതിയ മുടി വന്നത് മുഴുവനും കറുത്ത മുടിയായിട്ട് ചേച്ചിനെ കളിയാക്കാൻ തുടങ്ങിയ ആൾക്കാർ. അങ്ങനെ ചേച്ചി ഹെയർ ഓയിൽ ഉപയോഗിക്കൽ നിർത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയല്ല? ചിരിക്കണ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഉപയോഗിക്കണ്ട? ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എന്റെ തലമുടി നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് വളരുന്നുണ്ട് തലമുടി. അപ്പൊ ഞാൻ പറയുന്നത് പെണ്ണുങ്ങളുടെ ഫ്രണ്ടാണ് നീലി ഹെയർ ഓയിൽ, സ്പൈർലീന പൗഡർ. ഇത് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് തന്നെ നല്ലൊരു എമൗണ്ട്, അതായത് 11,000 രൂപയുടെ സാധനം. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഓടും. കാരണം ഇന്ദുലേഖയ്ക്ക് മാത്രം 600 രൂപ കൊടുക്കണം. ഇന്ദുലേഖയുടെ ഒരു ചെറിയ ബോട്ടിൽ 100 ml 600 രൂപയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു മാർക്കറ്റ് നീലി ഹെയർ ഓയിലും സ്പൈർലീന പൗഡറും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു വമ്പൻ റിസൾട്ട് നിങ്ങൾക്ക് സ്ത്രീകളുടെ ഇടയിൽ കാഴ്ചവെക്കാൻ പറ്റും. ഒരുപാട് ആളുകളെ ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഗാനോഷി ടൂത്ത് പേസ്റ്റ്, ഡൈനാക്ലീൻ്റെ കാര്യമൊക്കെ അറിയാം നിങ്ങൾക്ക്. ഡിഷ് ക്ലീനും മറ്റു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ നിങ്ങൾക്ക് ഇതിൽ മേടിക്കാം. എന്താണ് നമ്മുടെ പേഴ്സണലായിട്ട് മേടിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിൽ മേടിച്ച് കൂട്ടാം. നിങ്ങൾ 5,000 രൂപയുടെ സിമ്പിൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഡിഷ് ക്ലീന്, ദെൻ മൾട്ടി ക്ലീനർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ,
അപ്പം ഇതാണ് ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി വരുത്തുക. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അതൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് കണ്ടുമുട്ടാം. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഹൗസ് മീറ്റിംഗ് ആണ് ഈ DXന്റെ ബേസ്. ഹൗസ് മീറ്റിംഗ് ഇല്ലെങ്കിൽ ബിസിനസ് വളരില്ല. ഹൗസ് മീറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 25,000 രൂപയുടെ സാധനം വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര രൂപയാണ് ഉള്ളത് ആ പൈസ വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഹോം ഷോപ്പ് തുടങ്ങി അവിടെ ഒരു ഹൗസ് മീറ്റിംഗ് 2, 3, 4 പേരെ വെച്ചുകൊണ്ട് ഹൗസ് മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ ആ ഹൗസ് മീറ്റിംഗ് 2, 3, 4 പേരെ വെച്ച് നടത്തിയിട്ട് അപ്പം തന്നെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ സപ്ലൈ ചെയ്യുകയാണ്. അവിടെ തന്നെ ഇരിക്കുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയാണ് നിങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ഒരു ഹൗസ് മീറ്റിംഗിൽ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് കച്ചവടവും. പിന്നെ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ നമ്മുടെ ആരുടെങ്കിലും വീട്ടിലോ ഒരു ഹൗസ് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹൗസ് മീറ്റിങ്ങിൽ 3, 4 പേര് ഇതിനെക്കുറിച്ച് അറിയാൻ വരും. ഫോർ എക്സാമ്പിൾ, മുടി കൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടാ എങ്കിൽ നാളെ ഒരു ടീം വരുന്നുണ്ട്, അവരുടെ കയ്യിലൊരു സ്പെഷ്യൽ സാധനമുണ്ട്. മുടി കൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് പെണ്ണുങ്ങൾക്ക് വിഷയമായിരിക്കുള്ളൂ, എല്ലാ പെണ്ണുങ്ങളും വരും. അവിടെ നിങ്ങൾ ഡെമോ കൊടുക്കുക. നിങ്ങളുടെ നീലി ഹെയർ ഓയിലും കുറച്ച് പൗഡറും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. നല്ല സുഖമായിരിക്കുള്ളൂ. അത് മാത്രമല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അവരുടെ മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആകുന്ന മാത്രമല്ല, ന്യൂ ഹെയർ വരികയും ചെയ്യും, നല്ല ബ്ലാക്ക് കളർ കിട്ടുകയും ചെയ്യും. അപ്പം ഇതൊരു വലിയ സ്ത്രീകളുടെ പ്രോബ്ലത്തിന് നിങ്ങളൊരു പരിഹാരം കാണുകയാണ്. അപ്പം ഇത് ഹൗസ് മീറ്റിങ്ങിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കച്ചവടത്തിൻ്റെ പൂരക്ക് കച്ചവടം ഒരുക്കുള്ളൂ. കാരണം നീലി ഓയിൽ നിങ്ങൾക്കറിയാം 20 ഹെർബുകൾ അടങ്ങിയതാണ് നീലി ഓയിൽ. 20 ഹെർബാണ്. അതുകൊണ്ടാണ് അതിന് പവറാണ് ആ സാധനം. അപ്പം അതിൽ സ്പൈറലിനെയും കൂടി തേച്ച് സ്പൈറലിനെ അകത്ത് കഴിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഒരു സാധനം അകത്ത് കഴിക്കുന്ന കാര്യമില്ല, എല്ലാം പുറത്ത് ഉപയോഗിക്കുന്ന സാധനം മാത്രമേ. സോപ്പ്, പേസ്റ്റ്, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ അതുപോലെ ഇത് ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ 25,000 രൂപയുടെ സിമ്പിൾ തന്നെ മേടിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, എങ്ങനെ ചെയ്താലും സ്റ്റാർ ഏജന്റ് ആവും, ഗ്യാരണ്ടിയാണ്. മാത്രമല്ല ടീമിലുള്ള എല്ലാവർക്കും നല്ലൊരു ഒരു കമ്മീഷനും സമ്മാനവും എല്ലാം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 5 പേരെ ചുറ്റും കൊണ്ടുവരാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോ. ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ഇത് പറയാനുണ്ടായിരുന്നു. ഷെൽട്ടറിലാണ് ഈ ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഏതാണ്? സംഗീത അയ്യര് ആ. അവർക്ക് ഷെൽട്ടർ ഉണ്ട്, ഡോഗ്, ആ, ക്യാറ്റ്. അതെ എനിക്കറിയാതെ. അപ്പൊ അവിടെയാണ് അവർ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഓക്കെ. കൊടുത്തത് ഞാനാണ്. ഈ എന്താ പറയാ, ഡോക്ടേഴ്സിനെ ഒക്കെ വിളിച്ച് അവർക്ക് ഒരുപാട് എക്സ്പെൻസീവ് വളരെ എക്സ്പെൻസീവ് ആണ് ഡോക്ടർ അറ്റൻഡ് ചെയ്യുന്നത്. അതെ. അപ്പൊ അത് പകരം ഞാൻ പറഞ്ഞു, ഇത് ഉപയോഗിച്ച് നോക്കൂ, പിന്നെ നമുക്ക് തന്നെ ഉപയോഗിക്കാനുള്ളതല്ലേ ഉള്ളൂ. അതെ. ഉപയോഗിച്ച് നല്ല റിസൾട്ട് ആണ്. അവര് നന്നായിട്ട് അവരുടെ ഷെൽട്ടറിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പട്ടികളെയൊക്കെ കുളിപ്പിക്കാനൊക്കെ സോപ്പാണ് ഉപയോഗിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ വെളിച്ചെണ്ണ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യന് ഒരു ഭാഗ്യമല്ലേ ചേച്ചി ഇത് ഉപയോഗിക്കാൻ. ആരെങ്കിലും പട്ടികളെ വളർത്തുന്നുണ്ടെങ്കിൽ, അല്ല ഇതിനെ പെറ്റ്സിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കാം. എനിക്കറിയാം, അവര് 2-3 ലക്ഷം രൂപ വേണം അവർക്ക് ഒരു മാസം ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ ചെലവ് ചെയ്യാനായിട്ട്. അവര് വളരെ എന്താ പറയാ ഇതായിട്ടാണ്. പക്ഷെ ഇത് കൊണ്ട് അവർക്ക് വളരെ പിന്നെ എക്സ്പെൻസ് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചി നമുക്കൊരു കാര്യം ചെയ്യാം. തിരുവനന്തപുരത്ത് നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ സംഗീത അയ്യരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നമ്മളൊരു ചെറിയ മീറ്റിങ്ങോ എന്തെങ്കിലും ഒരു പരിപാടി ഒരു 5-6 പേരെ വിളിച്ചിട്ടേ ഒന്ന് ഓർഗനൈസ് ചെയ്യും. നമുക്ക് അതനുസരിച്ച് ഒരു പരിപാടി ചെയ്യാൻ പറ്റും കേട്ടോ. ഷോപ്പ് തുടങ്ങുന്ന കാര്യവും പറഞ്ഞിരുന്നു. ആ, ഒരു ഹോം ഷോപ്പ് തുടങ്ങുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അവിടെ ഒരു ഷോപ്പ് സ്വന്തമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വന്നൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, സാറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക. എന്നാ ഞാൻ വരണ്ടോന്ന് ചോദിക്കുക. അതിനെന്താ, സാറിന്റെ ഡൗൺലൈൻ അല്ലേ? അതെ. അപ്പൊ അത് ചെയ്ത് പെട്ടെന്ന് തന്നെ ആൾക്ക് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കാം നമുക്ക്. ആള് വേഗം കയറി ഡയമണ്ട് ആകട്ടെ. ഞാനും വരാം. ഇന്നലെ ഞാന് പിന്നെ അവിടെ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു. തിരുവനന്തപുരത്ത് അമ്മ DXന്റെ. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്ക് യു.
അപ്പം കുറച്ച് പേര് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ചോദിക്കാൻ മടിക്കണ്ട. ഇപ്പം ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ എന്നോട് ചോദിക്കണം. ലളിത ചേച്ചി ആദ്യമായിട്ടാണ് തോന്നണല്ലേ ഈ ഇതിനകത്ത് കയറണത്. ലളിത ചേച്ചിക്ക് വേണമെങ്കിൽ അതിനകത്ത് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം വേണമെങ്കിൽ. ചേച്ചി ആദ്യമായിട്ടാണ് ഇവിടെ ഈ സൂമിൽ കയറണത്. കുറെ നാളായി ചേച്ചി. ദീപ്തി എന്തെങ്കിലും ചോദിക്കണ്ടേ ചോദിച്ചോ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ, ദീപ്തി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റൈസ് ചെയ്തുണ്ട്. ഓക്കെ, സംസാരിക്കാം.